ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. 7 of Wands ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Seven of Swords. The Hanged Man. The Fool. Three of Cups. The Star. Two of Wands. Ten of Cups. Eight of Wands. Queen of Coins. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. കണ്ടില്ലേ, ഫ്രീഡം അനുഭവിക്കുന്നു. മറ്റുള്ളവർ ആശ്രയിച്ച് നിൽക്കുന്നു നിങ്ങളെ. കണ്ടില്ലേ, ഇവിടെ എന്ത് വന്നാലും തരണം ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെ, ഈ ഒരു അവസ്ഥ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒരവസ്ഥയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 of Wands ആണ്. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഓഫ് ഹെയർ സൈൻ ആണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അല്ലെ. ഇവിടെ നിങ്ങൾ ഒന്നിനെ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ എന്താണ്, അടുത്ത പ്രശ്നം വരുന്നുണ്ട്. അടുത്ത കഴിയുമ്പോഴോ മറ്റൊന്ന്. ഇങ്ങനെ ചെയിൻ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിനെ ഒക്കെ അങ്ങനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ മുന്നേറും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 7 of Swords ആണ് വന്നിരിക്കുന്നത്. സോഡ് എന്ന് പറയുമ്പോൾ അതുപോലെ പലരും നിങ്ങളിലേക്ക് ചീറ്റിംഗ് എനർജി തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്നും പിടുങ്ങാനുള്ള സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങളോടൊപ്പം കൂടെ നടക്കുന്നവർ തന്നെ. അല്ലെങ്കിൽ നിങ്ങളെ പറ്റി മറ്റുള്ളവരോട് ഗോസിപ്പ് പറഞ്ഞിട്ട് അവരിൽ നിന്നും എന്തെങ്കിലും കാര്യം സാധിക്കുക, അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ആൾക്കാർ പലതരത്തിലല്ലേ അല്ലേ? നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരേപോലെയുള്ള സ്വഭാവമാണോ? അല്ലല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. പലർക്കും അത്തരത്തിലുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം കൂടെ നല്ല പഞ്ചാരവാക്ക് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പോലും ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദ ഹാങ്ഡ് മാൻ ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് വേണം എന്നറിഞ്ഞുകൂടാ. പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഒരുപാട് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നടത്താനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് നിങ്ങൾക്കൊരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്ന് കാണുന്നത്.
നിങ്ങൾക്കെന്നാൽ ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും എല്ലാം ഉള്ളവരാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. എന്ത് വേണമെന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം ഉള്ളിലുണ്ട്, അത് സാധിച്ചെടുത്ത് കിട്ടാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ അത് വൈകിപ്പോകുന്നു, അതിനൊരു മറുപടി ലഭിക്കാനുള്ള താമസം ഉണ്ടാകുന്നു, അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയോട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ച് നാളുകൾ അതിലൂടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴാണ് എത്രയും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഡിവൈൻ ബ്ലെസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്നാണ് ഒരു ദിവസം. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കും. ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരാജയം വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റാതെ പോയത് എന്നൊരു തിരിച്ചറിവ് വന്നിട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു കൂടുതലായിട്ട്. ആ ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ തുടക്കം വരികയാണ്. ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങളെ വെടിഞ്ഞിട്ടാവും നിങ്ങൾ ദൈവികതയിലേക്ക് പോകുന്നത്. ആ ദൈവികത എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്പിരിച്വാലിറ്റി, അതാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പിന്നീട് വരാൻ സാധിക്കും. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്നാണ് ദൈവാനുഗ്രഹം പെട്ടെന്ന് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരും, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ബോധോദയം ഉണ്ടായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ തന്നെ എന്താണ്, ഒരു മനസ്സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കും. ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ആ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് എന്നും കാണുന്നുണ്ട്. കാരണം എന്താണ്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വന്നു കഴിഞ്ഞു. ഇനി ഇതുവരെ എന്താണ്, മനസ്സ് ചഞ്ചലമായിരുന്നു, എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്കോ തീർച്ചയായിട്ടും എന്നോടൊപ്പം ദൈവമുണ്ട്, എന്നോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട്, പ്രപഞ്ചശക്തി എന്നെ നയിക്കും മുന്നോട്ട് എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം നിങ്ങളില് വേരുറച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ആരെയും പേടിയില്ലാത്ത ഒരവസ്ഥ വരുന്നു. മനസ്സിലായി, ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. മറ്റേത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായി, നിങ്ങൾക്ക് കരച്ചിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നും തലയിടേണ്ട കാര്യമില്ല. എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. അതൊരു സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു തുടക്കമാണ് ഇവിടെ കണ്ടില്ല. നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്, 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് സൈൻ ആദ്യം. ഇവിടെ വൺസ് വന്നിട്ടുണ്ട്, വൺസ് ഫയർ സൈൻ. ഇവിടെ സോഡ് വന്നിട്ടുണ്ട്, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അതാണ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, എൻജോയ് ചെയ്യണം. നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്, നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു വാർത്ത വന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫ്. കൂട്ടുകാരോടൊന്നിച്ചാവാം അല്ലെങ്കിൽ വീട്ടുകാരോടൊന്നിച്ചാവാം, എന്തായാലും ശരി നിങ്ങളിവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ ധാരാളമായി വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുമായിട്ട്. മനസ്സിലായില്ലേ, സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ വിരോധം ഉണ്ടെങ്കിൽ തന്നെ ആ വിരോധം കളഞ്ഞിട്ട് സ്നേഹം ഭാവിച്ച് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിട്ട് ഒന്നിച്ചു ചേരുന്ന എനർജിയാണ്. ഒന്നിച്ച് ഒത്തിരി ആഘോഷിക്കുന്നു, പല കാര്യങ്ങളിലൂടെ ആഘോഷം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. സന്തോഷ വാർത്ത, ചിലപ്പോൾ ജോലി കിട്ടിയതാവാം, ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം. കാത്തിരുന്ന് വിവാഹം നടക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം, ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാനായിരിക്കാം, യാത്ര പോകാനായിരിക്കാം, ഒരു സന്തോഷയാത്ര, ഉല്ലാസയാത്ര പോകാനുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞ് ജനിച്ചതിന്റെ ആവാം, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ജോലി ലഭിച്ചതാവാം, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിന്റെ ആവാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണത്തിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാര്യേജിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നതിനാണ്. അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ 7 ചക്രാസും ആക്റ്റീവ് ആകുന്നുണ്ട്. ഒരുപാട് പേർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ചക്രാസിനെ ആക്റ്റീവ് ആക്കി എടുക്കുന്നുണ്ട്. ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ അതല്ല, ഒന്നും തന്നെ അറിയാതെ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ലഭിക്കും.
കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തും നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ ഹെൽത്തും വെൽത്തും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. അങ്ങനെ ആ ഒരു ഹെൽത്തും വെൽത്തും നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അംഗീകാരവും പദവിയും ഒക്കെ ലഭിക്കും. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്ന എനർജി. നിങ്ങൾക്ക് ഒരുപാട് പേരെ സ്നേഹിക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളൊരു താരമായി മാറുന്നു. എവിടെ ചെന്നാലും നിങ്ങളെ അന്വേഷിക്കുന്ന ആൾക്കാർ. നമ്മൾ ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇന്നേരെ കണ്ടില്ലല്ലോ, വന്നില്ലയോ എന്നൊക്കെ തിരക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലെ? അങ്ങനെ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഇവിടെ 2 of Wands ആണ്. എന്തായാലും ശരി, ആരെങ്കിലും ഇവിടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായി ഇന്ന ആൾക്കാരെ ഇതുവരെയും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, നീയാണ് എന്റെ ലോകം എന്നൊക്കെ പറഞ്ഞു പോയിരുന്നവർ, നിസ്സാരമായ ചില പറഞ്ഞിരുന്ന് കൂടെ സന്തോഷിച്ചിരുന്ന ആൾക്കാർ നിസ്സാരമായ ചില പ്രശ്നങ്ങളിൽ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എങ്ങനെയൊക്കെ ആയാലും ശരി, അവർ വന്നെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനവും സന്തോഷവും ലഭിക്കൂ എന്ന് കരുതി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരിവിടെ വരുന്നുണ്ട് തിരിച്ച്. കണ്ടില്ലേ? 10 of Cups. അവർ തിരിച്ചു വരുന്നു, സന്തോഷകരമായ ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇവിടെ സമ്പൂർണത, ഇവിടെ പൂർണ്ണത അനുഭവമാകുന്നു, അല്ലെങ്കിൽ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നു. എല്ലാവിധത്തിലുള്ള സ്നേഹത്തോടും കുടുംബത്തിൽ കുട്ടികളോടൊന്നിച്ച്. നിങ്ങൾക്ക് സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാവാം, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആവാം. ഇവിടെ എന്തായാലും വളരെയധികം ദൈവികമായ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 8 of Wands ആണ് പിന്നീട് വന്നിട്ട് കരിയർ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരാൻ തുടങ്ങുന്നു. യാത്ര ചെയ്ത് ആ സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് യാത്ര പോകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഒരുപാട് യാത്രകളെ കുറിക്കുന്നതാണ് ഇത്. ചിലപ്പോൾ കരിയർ സംബന്ധമാകാം, അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയായാലും നിങ്ങൾ ആവേശത്തോടുകൂടി നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ജോബ് ലഭിക്കുന്ന എനർജി, അല്ലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ Queen of Coins ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മുന്നേറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്കും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന എനർജിയാണിത്. ബിസിനസ് അറിയാവുന്ന ബിസിനസ് ചെയ്യുക, മനസ്സിലായില്ല? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമ്പത്തിന്റെ റാണിയാവാനുള്ള ആ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധ്യമാകും എന്ന് ഇവിടെ പറയുന്നു. ഒറക്കിൾ കാർഡ്സ് കൂടി നോക്കാവേ. തേർഡ് ഐ ചക്ര. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യുക എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളല്ലോ. ഒരുപാട് പേർക്ക് നിങ്ങളുടെ ആജ്ഞാചക്രയുടെ ആക്ടിവേഷൻ, തേർഡ് ഐ ചക്ര, അതായത് 3ാം തൃക്കണ്ണ് എന്നൊക്കെ പറയാം, അത് ഇരുപുരുകങ്ങളുടെയും മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന ഇതേ കളറുള്ള, ഈ പർപ്പിൾ കളറിലുള്ള ഒരു ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. 6ാം ഇന്ദ്രിയം എന്നും പലരും പേരിട്ടിട്ടുണ്ട്. 5 പഞ്ചേന്ദ്രിയങ്ങൾ 5 ഉണ്ട്. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞിട്ട് 6ാമതൊരു ഇന്ദ്രിയം കൂടി, നെറ്റിക്കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം കൂടി ഉണ്ട് എന്ന് പലരും വാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ അത് ആക്റ്റീവാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട്. പ്രപഞ്ചത്തെ അറിയുക എന്ന് പറയുമ്പോൾ എന്താണ്? പല വിധത്തിലുള്ള സത്യങ്ങൾ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള അബോധം ലഭിക്കും, ഒരു ബോധോദയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് സോളിറ്റ്യൂഡാണ് വന്നിരിക്കുന്നത്. സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മതപരമായ ഒരുപാട് പുസ്തകങ്ങൾ, ചിലപ്പോൾ ബൈബിളാകാം, ചിലപ്പോൾ ഭാഗവതമാകാം, രാമായണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭഗവത്ഗീതയാവാം, അല്ലെങ്കിൽ ഖുർആനാവാം. അങ്ങനെ എന്തെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വായിച്ച് അതിലൂടെ സമാധാനം കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം.
മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒന്ന് അകന്നു മാറിയിട്ട് മറ്റുള്ള ബഹളങ്ങളിൽ നിന്നേ അകന്നു മാറി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പലർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ലേ? ഇനിയിപ്പോൾ നവരാത്രിയൊക്കെ വരുന്ന സമയമല്ലേ, ചിലപ്പോൾ പലരും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് ദേവിയെ വിളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആയിരിക്കാം ഇവിടെ എന്ന് കാണുന്നുണ്ട്. ബാലൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആണ്. കണ്ടില്ല 11 എന്നുള്ള നമ്പർ. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, വലിയ ചിറകുള്ള ഒരു ഏഞ്ചലിനെ കണ്ടില്ല. ഈ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അങ്ങനെ ഈ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഓറ ഇവിടെ ഒരുപാട് ശുദ്ധമാകുന്നുണ്ട്. അപ്പോൾ അതിലെ കൂടെ തന്നെ നിങ്ങൾക്ക് വാൺസ് എനർജി ഉണ്ട് ഇവിടെ, അതുപോലെ ഇവിടെ സോഡ് എനർജി, ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നു. ആവേശത്തോടുകൂടി നിങ്ങൾ എന്ത് ചിന്തിച്ചോ, ഇവിടെ ബുദ്ധിയോടുകൂടി നിങ്ങൾ എന്ത് ചിന്തിച്ചോ, സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചോ, ലൗപരമായിട്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചോ, അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അവയർനെസ് ആണ് വന്നിരിക്കുന്നത്. പലർക്കും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങൾക്ക് വരികയാണ്, ഒരു ഉണർവ് വന്നിട്ട് ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് കാണുന്നത്. മനസ്സിലായില്ലേ? 7 ചക്രാസിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഉച്ചി ഭാഗത്ത് വരുന്നത്, ശിരസിന്റെ മുകളിലായിട്ട് ഉച്ചി ഭാഗത്ത് വരുന്നതാണ് ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ തന്നെ ശരിയായ രീതിയിൽ അറിയാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ സാധിക്കുന്നു. അതുവഴി മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറാനും സന്തോഷം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.